മക്കളെ എന്താക്കണം, എങ്ങനെ വളർത്തണമെന്നറിയാതെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മാതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി +1 ഏത് മേഖലയിലേക്ക് പറഞ്ഞേക്കണം എന്ന് കുട്ടി അല്ല തീരുമാനിക്കേണ്ടത്, മാതാവാണ്, ആ കുട്ടിയുടെ അധ്യാപകരാണ്. കുട്ടിക്ക് തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടില്ല. ഏത് വിഷയം +1 കുട്ടി ഏത് സ്ഥാപനത്തിൽ ചേർക്കണം, ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാതാവ് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഒരു മാതാവിന് കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? മൊബൈൽ ഫോൺ എടുക്കുക എല്ലാവരും. എന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് എത്ര സമയം നമ്മൾ മൊബൈലിൽ ചെലവഴിച്ചു എന്ന് എല്ലാ ഫോണും കാണിച്ചു തരും. ഒരു ദിവസം ആവറേജ്, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ നമ്മൾ മൊബൈലിന് ചെലവഴിക്കുന്നുണ്ട്, ആ സമയം നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ എത്ര സമയം ആവറേജ് ചെലവഴിക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. അടുക്കളയിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. അടുക്കളയിൽ 8 മണിക്കൂറൊക്കെ ഓരോ മാതാവ് അടുക്കളയിൽ ചെലവഴിക്കുന്നു. 1 മണിക്കൂർ പോലും മക്കളുടെ കൂടെ ചെലവഴിക്കാൻ മാതാവിന് സമയമില്ല. 1 മണിക്കൂറെങ്കിലും മക്കളുടെ കൂടെ ഒന്നിരുന്നിട്ട് അവരുടെ പഠന നിലവാരം വിലയിരുത്താൻ ഇന്നത്തെ ഉമ്മമാർക്ക് സമയമില്ല. എന്താ ചെയ്യാ? പിന്നെ എങ്ങനെയാ മക്കളിൽ മാറ്റം ഉണ്ടാവുക? നിങ്ങൾ ആലോചിക്കുക. രാവിലെ സ്കൂളിൽ പോയി, വൈകുന്നേരം കളിക്കാൻ പോയി, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മൊബൈൽ ഫോണെല്ലാം മാറ്റിവെച്ച് അടുക്കളക്കൊന്ന് പൂട്ടിവെക്കുക. ആ സമയത്തും അടുക്കളയാണ്, ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ അടുക്കളയിൽ പോകുന്നത് കാണുമ്പോൾ ചിന്തിക്കും, മനുഷ്യനെ പഠിച്ചൊന്ന് സൃഷ്ടിച്ചത് തന്നെ തിന്നാൻ വേണ്ടിയാണോ? രാവിലെ എണീറ്റത് മുതൽ രാത്രി 10 മണി വരെ പെണ്ണുങ്ങൾ എല്ലാവരും അടുക്കളയിലാണ്. അടുക്കളയ്ക്കൊന്ന് റെസ്റ്റ് കൊടുക്കുക, ഭക്ഷണത്തിലേക്ക് ഒരു ക്രമീകരണം വരുത്തുക. കിച്ചൺ മാനേജ്മെന്റ് പഠിക്കാൻ കോഴ്സിന് പോകണമെന്നൊന്നുമില്ല. കുറച്ച് ചിന്തിച്ചാൽ കിച്ചൺ മാനേജ് ചെയ്യാൻ പറ്റും, ടൈം ലാഭിക്കാൻ പറ്റും. ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി, മക്കൾക്കും ഭർത്താവിനും ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ 8 മണി വരെ കറിയും അപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ആ സമയത്താണ് കുട്ടികൾ ഇവിടെ പഠിക്കുക. കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ? അല്ലാഹു അലം. കുട്ടികൾ നോക്കുന്നുണ്ടോ, ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, ഒന്നും അറിയില്ല. പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാനായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് TV ഒക്കെ കണ്ട് മൊബൈലിൽ കളിച്ചു, പിന്നെ കിടന്നുറങ്ങണം. പിന്നെ എപ്പോഴാണ് നിങ്ങൾ മക്കളുടെ കൂടെ ഒന്ന് ഇരിക്കാറുള്ളത്? നിങ്ങളെ 1 മണിക്കൂറെങ്കിലും മക്കളുടെ കൂടെ അവരുടെ പഠന വിഷയവുമായിട്ട് സമയം ചെലവഴിച്ചാലേ മക്കളുടെ കഴിവെന്താണ് എന്നൊരു മാതാവിന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് ഏതാണ് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്റെ കുട്ടിയുടെ കഴിവെന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രോഗ്രസ് കാർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിക്ക് ഏതിലാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. 1ാം ക്ലാസ്സിൽ പ്രോഗ്രസ് കാർഡ് നോക്കുക, എല്ലാ വിഷയങ്ങളും കമ്പയർ ചെയ്യുക. എന്നിട്ട് നോക്കുമ്പോ ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയണം, എന്റെ കുട്ടി ലാംഗ്വേജിൽ വളരെ ഉഷാറാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടി സയൻസിൽ വളരെ ഉഷാറാണ്, സയൻസിൽ എല്ലാ വർഷവും നല്ല മാർക്കാണ്, മാത്സിൽ പുലിയാണ് എന്റെ കുട്ടി. ഇത് തിരിച്ചറിയണം നിങ്ങൾ. മാത്സിലും സയൻസിലും തീരെ നൈപുണ്യം തെളിയിക്കാത്ത, കഴിവ് തെളിയിക്കാത്ത മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ സയൻസിൽ ചേർക്കുന്നത് ലോക വിഡ്ഢികളാണ്. നിങ്ങളുടെ കയ്യിലേക്ക് പ്രോഗ്രസ് കാർഡ് ഓരോ സ്കൂളിൽ നിന്നും തരുന്നത് കുട്ടിയുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കാനാണ്. അവരുടെ വേവ് ലെങ്ത് ഉണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്, അവരുടെ കഴിവ് ഏതാണ് ഉഷാർ, ഏതാണ് കുറവ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ആ കഴിവിനനുസരിച്ചിട്ടാണ് അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത്, ഓരോ മേഖലയിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കേണ്ടത്. അതിന് ആർക്കെതിന് സമയം? ഏത് മാതാവിനാ സമയമുള്ളത്? ഏത് പിതാവിനാ സമയമുള്ളത്? എന്നിട്ട് നമ്മൾ പറയും മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എങ്ങനെ പറഞ്ഞാൽ കേൾക്കും? എങ്ങനെ കേൾക്കും പറഞ്ഞാൽ? ഒരു കുട്ടിയും പറഞ്ഞാൽ കേൾക്കൂല, അവരുടെ കൂടെ സമയം ചെലവഴിക്കാതെ. ഇനി എങ്ങാനും 1 മണിക്കൂർ ഇരുന്നാല് ആ 1 മണിക്കൂറിൽ അടിക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, ശകാരിക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, തലയിലേക്ക് മേട്ടം കൊടുക്കാത്ത ഉമ്മമാരുണ്ടാവില്ല, ചീത്ത പറയാത്ത ഉമ്മമാരുണ്ടാവില്ല. 1 മണിക്കൂറെ നിങ്ങൾ മക്കളുടെ കൂടെ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുള്ളൂ. അപ്പൊ 4 അടിയും കൊടുത്തു, കുട്ടിയും കരഞ്ഞു, കുട്ടി ദേഷ്യപ്പെട്ടു, കുട്ടിക്കൊന്നും മനസ്സിലായില്ല, കുട്ടിയുടെ സമയം നിങ്ങൾ വേസ്റ്റാക്കി കളയും ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു ക്ലാസ്സിൽ 30ഓളം വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. അത്രേ പാടുള്ളൂ മാക്സിമം. അതിനേക്കാൾ കൂടുതൽ ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ തിരികെ കയറ്റാൻ പാടില്ല.
NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 30 മുകളിൽ 28 മുകളിൽ ഒരു വിദ്യാർത്ഥി ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അധ്യാപകർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നാണ്. അധ്യാപകന്മാർ പേഴ്സണലായി ഒരു കുട്ടിയെ ശ്രദ്ധിക്കണം. അതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ക്ലാസ് റൂമിലുള്ള അധ്യാപകന് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോ എങ്ങനെയാണ് ഈ 9 പീരീഡ് അല്ലെങ്കിൽ 7 പീരീഡ് ഇത്ര കുട്ടികളെ ടീച്ചർമാരെ ശ്രദ്ധിക്കുന്നത്? വെടിയെടുക്കാതെ, ദേഷ്യപ്പെടാതെ അവരുടെ കൂടെ നിന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കതിന് കഴിയുന്നില്ല. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ വല്ലാത്ത പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി മാറിയപ്പോ ഈ കുട്ടികൾക്ക് നിങ്ങളോട് ദിവസം കഴിയും തോറും വെറുപ്പ് ഇങ്ങനെ സമ്പാദിച്ച് നിങ്ങളോട് വെറുപ്പ് തോന്നാണ്. പിന്നെ നിങ്ങളോട് പ്രതികാരദാഹമാണ് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത്. ഈ കുട്ടികൾക്ക് മാതാവിനോട് പ്രതികാരദാഹമാണ്. കാരണം എന്തേ? ആകെ 1 മണിക്കൂറേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ മണിക്കൂർ ചീത്ത പറയാനും കുറ്റം പറയാനും കുറവ് പറയാനും മാത്രമേ ഉമ്മാക്ക് സമയമുള്ളൂ എന്നാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. അപ്പൊ ഏത് കുട്ടിക്ക് ഉമ്മയോട് താല്പര്യം ഉണ്ടാവും? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതൃക നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. സൗമ്യമായി പഠിപ്പിക്കണം. മാർക്ക് കുറഞ്ഞതിൽ കുറ്റപ്പെടുത്തരുത്, ചീത്ത പറയരുത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിരന്തരമായി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിലോ ആവറേജിലേക്ക് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ടീച്ചർമാരെ വിളിച്ച് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. എന്റെ കുട്ടിക്ക് ഇന്ന് ഫിസിക്സിൽ 2-3 വർഷങ്ങളായിട്ട് ബിലോ ആവറേജ് ആണ്. അതെന്താ കാരണം? ടീച്ചറിന്റെ പ്രശ്നമാണോ? കുട്ടിയുടെ പ്രശ്നമാണോ? ക്ലാസ് എടുക്കുന്നതിന്റെ പ്രശ്നമാണോ? അത് മനസ്സിലാക്കണം നിങ്ങൾ വിളിച്ചിട്ട്. ഇതിനൊക്കെയാണ് അല്ലാഹു തആല മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുന്നത്, വെറുതെ അല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ പടച്ചോനെ. ഞങ്ങളുടെ ഇണയെ കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ അല്ലാഹ്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. ഇത്തരം മാതാപിതാക്കൾക്കാണ് അല്ലാഹു തആല ക്ഷമിച്ചത് കാരണത്താൽ സ്വർഗം നൽകുന്നത്. അഥവാ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുമെന്ന് പറഞ്ഞില്ലേ? 3 പെൺമക്കൾ ഉണ്ടായാൽ സ്വർഗമുണ്ട്. ഏത് മാതാവ് ക്ഷമയോടുകൂടെ മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിക്കുമ്പോ 100 പവൻ കൊടുത്തേക്കുന്ന മാതാപിതാക്കൾക്കല്ല. കല്യാണം കഴിയുമ്പോ സെൽഫ് സഫിഷ്യന്റ് ആവണം, അവൾ സ്വയം പര്യാപ്തയാവണം. ഇനി ഭർത്താവ് ഇട്ടേച്ചു പോയാലും എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വിവാഹമോചനത്തിന്റെ കാലാണ്. വിവാഹമോചനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. വിവാഹമോചനം വലിയൊരു ഇഷ്യൂ ആക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്നൊരു വിവാഹമോചനം സംഭവിക്കുകയാണെങ്കിൽ ആണിന് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കിയിട്ട് കേസ് കൊടുത്ത് ആണിന്റെ ഉമ്മയ്ക്കെതിരെ പീഡനക്കേസ്, ഉപ്പയ്ക്കെതിരെ പീഡനക്കേസ്, പെങ്ങന്മാർക്കെതിരെ പീഡനക്കേസ് കൊടുത്ത് എന്തോ ഒരു ഇഷ്യൂ ആക്കിയിട്ടാണ് ഇന്ന് പല വിവാഹമോചനങ്ങളും നടക്കുന്നത്. എന്തിനാണ് അങ്ങനെ? എന്താണ് അതിന്റെ ആവശ്യം? 2 പേർക്ക് ഒത്തുപോവാൻ കഴിയുന്നില്ല എങ്കിൽ 2 പേരും സന്തോഷത്തോടെ പിരിഞ്ഞു പോവലല്ലേ നല്ലത്? 2 കുടുംബം ഒന്നിച്ചിരിക്കുക, എന്നിട്ട് 2 പേരും പരസ്പരം പറയാ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് എന്നെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഞാനും നീയും തമ്മിൽ 2 വർഷമായിട്ട് ഒരു നിലക്കും ഒത്തുപോരുന്നില്ല, ഇനി നമ്മൾക്ക് 2 പേർക്കും സന്തോഷത്തോടു കൂടി പിരിയുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് 2 പേരും 2 കുടുംബവും സമാധാനത്തോടെ പിരിഞ്ഞു. ആ പെണ്ണ് വേറൊരു കല്യാണം കഴിച്ചു, ഇയാൾ വേറൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോ അമ്മായിമ്മയ്ക്ക് വിളിച്ചു, എനിക്ക് വേറെ പെണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മായിമ്മ വിളിച്ചു, എന്റെ മോൾക്ക് വേറൊരു പുതിയാപ്പിള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മനോഹരമായ വളരെ സന്തോഷത്തോടെ പിരിയുന്നതിന് പകരം ഇന്നത്തെ വിവാഹമോചനങ്ങളുടെ കഥ എന്താണ്? ഇല്ലാത്ത കള്ള കഥകൾ മെനഞ്ഞ് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെയും പീഡന കേസ് കൊടുത്ത് ജയിലിലാക്കാനും ലക്ഷങ്ങൾ ഹറാമായി സമ്പാദിക്കാനും ഓരോ പെൺവീട്ടുകാരും ശ്രമിക്കുന്ന ഒരു കാലമാണ്. നിയമം സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് എന്ത് കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുക പോലും ചെയ്യാതെ കേസെടുക്കുന്ന നിയമപാലകരുള്ള കാലമായതുകൊണ്ടും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രയാസം തന്നെയാണ്. എനിക്കറിയാം ഒരു കുടുംബത്തിലെ വിവാഹമോചനത്തിന്റെ കഥ.
2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇതുവരെ ഇണചേർന്നിട്ടില്ല. ചിന്തിക്കണം നിങ്ങൾ. എൻ്റെ അടുത്ത സുഹൃത്താ, 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും 2 വർഷമായിട്ട് ഇണചേർന്നിട്ടില്ല, ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. പെണ്ണ് സമ്മതിക്കുന്നില്ല. രണ്ടുപേർക്കും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തു പറയാൻ വല്ലാത്ത മടിയാണ്. ഇതിങ്ങനെ പുറത്തു പറയാ, ഒരു നാണം, ഒരു മടി കാരണം പുറത്തു പറഞ്ഞില്ല. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവനൊന്ന് ഓപ്പണായി മനസ്സ് തുറന്ന് കുടുംബത്തോട് കാര്യം പറയുന്നത്. ഈ പെണ്ണിനാണെങ്കിൽ ഇവന് താല്പര്യമില്ല. അതാണ് സംഭവം. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് വിവാഹമോചനത്തിലേക്ക് പോവാണ്. വിവാഹമോചനത്തിലേക്ക് പോകുമ്പോൾ പെണ്ണിന്റെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് 25 ലക്ഷം രൂപ. എന്താ ഭർത്താവ് ചെയ്ത തെറ്റ്? തെറ്റെന്താ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പെണ്ണിന് ഇയാളെ വേണ്ട. പെണ്ണിന് ഇയാളെ വേണ്ടാതിരിക്കുമ്പോൾ വിവാഹമോചനം നിർബന്ധമായ ഒരു സാഹചര്യമാണ്. രണ്ടുപേരും സ്നേഹത്തോടെ പിരിഞ്ഞ പോരെ. 2 വർഷമായിട്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് നിന്നെ ഇഷ്ടമുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് എന്നെ ഉൾക്കൊള്ളാനോ എന്നെ അംഗീകരിക്കാനോ എന്നെ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ പിരിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകൊടുത്ത് സലാം പറഞ്ഞ് ത്വലാഖ് ചൊല്ലി പിരിയുന്നതിന് പകരം ഒരു കുടുംബം മുഴുവനും പിണക്കമുണ്ടാക്കി കേസ് കൊടുത്തു 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചു. ഈ പൈസ കൊണ്ട് ഈ കുടുംബം എത്ര കാലം സമാധാനത്തോടെ ജീവിക്കും? എന്തിനാണ് മുഅ്മിനീങ്ങളെ ഇത്? ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെ ആവശ്യം? ഇന്ന് നടക്കുന്ന എല്ലാ വിവാഹമോചനങ്ങളും പീഡന കേസുകൾ കൊടുക്കാത്ത വിവാഹമോചനങ്ങൾ എവിടെയുള്ളത്? എന്തേ ഒന്ന് സമാധാനത്തോടെ പിരിഞ്ഞാൽ എന്താ? കല്യാണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വിവാഹത്തിന്റെ ചടങ്ങിൽ പറയുന്നത്? എന്താണ്? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്താ? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ. ഉസവ്വിജുക, ഉപ്പ പറയാണ് പുതിയാപ്പിളയോട്, ഉസവ്വിജുക, ഞാൻ നിനക്ക് കെട്ടിച്ചു തരുന്നു. അലാ മാ അമറല്ലാഹു തആല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ, വളരെ നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടെ എന്റെ മകളെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മകളെ നിങ്ങളെ ഏൽപ്പിക്കാം. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, ഇനി നിങ്ങൾക്ക് എന്റെ മകളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പിരിയാൻ ഉള്ള വാക്കോടുകൂടി, ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, വളരെ നല്ല രീതിയിൽ ഡിവേഴ്സ് ചെയ്ത് ത്വലാഖ് ചൊല്ലി സ്നേഹത്തോടെ പിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ മകളെ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് ഓരോ നിക്കാഹോടെ നടക്കുന്നത്. ഓരോ കല്യാണങ്ങളും നടക്കുന്നത് ഇതാണ്, ഇത് പറഞ്ഞിട്ടാണ്. പക്ഷെ ഏത് നിക്കാഹിലാണ് ഇങ്ങനെ സമാധാനത്തോടെ പിരിയുന്നത്? യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്. അവർ കുറെ കാലം ജീവിക്കും, ജീവിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു നിലക്കും ഒത്തുപോകുന്നില്ല എന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോയി രണ്ടുപേരും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. വിവാഹമോചനം എന്നുള്ളത് എന്തോ ഒരു വൻദോഷമായിട്ട് കാണരുത്. ഒരു കുടുംബത്തിന്, ഒരു ഭർത്താവിന് പെണ്ണിനെ സഹിക്കാൻ പറ്റുന്നില്ല, രണ്ടുപേരും ഒത്തുപോകുന്നില്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ ഭാരവും പേറി മരിക്കുന്നത് വരെ തുടരേണ്ട ആവശ്യം എന്താ? ഒരു പെണ്ണിന് ഭർത്താവിനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാ ഈ ഭാരം പേറി മരിക്കുന്നത് വരെ ജീവിക്കേണ്ട ആവശ്യം എന്താണ്? വിവാഹമോചനം നടന്ന് നല്ലൊരു കല്യാണം കഴിഞ്ഞാൽ നല്ല സമാധാനത്തോടെ രണ്ടാൾക്ക് ജീവിച്ചൂടെ? എന്തിനാണ് ഈ അടിപിടിയും പ്രശ്നങ്ങളും കുറുമ്പും കുശുമ്പുമായിട്ട് വെറുതെ ഒരു കുടുംബ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്? 3 വയസ്സുള്ള കുട്ടി ഇപ്പോ മക്കളുടെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പ് എല്ലാവരും കാണുന്നുണ്ട്. ഒരു 4 വർഷത്തെ ഗ്യാപ്പൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഓരോ വർഷവും പ്രസവമായിരുന്നു, അല്ലേ? പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു, ഓരോ വർഷവും പ്രസവമായിരുന്നു. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 1 വയസ്സ്, പെങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 വയസ്സ്, അനുജത്തി തമ്മിലുള്ള വ്യത്യാസം 1 വയസ്സ്, 6 വർഷത്തിൽ 6 കുട്ടികൾ. അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പ്രസവിച്ചിരുന്നത്. ഇന്ന് ഒരു 4 വർഷത്തെ ഗ്യാപ്പെങ്കിലും ഓരോ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. മിനിമം ഒരു 2 വർഷമെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പില്ലാതെ തുടർച്ചയായി 2 വർഷം പ്രസവിച്ചാല് ആ പെണ്ണിനോട് എല്ലാവരും ചോദിക്കും, നീ എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്? എങ്ങനെയാ മക്കളൊക്കെ നീ വളർത്തുന്നത്? 2 കുട്ടികളെ നല്ല പാടല്ലേ, നല്ല പ്രയാസമല്ലേ? എല്ലാരും ചോദിക്കും വീട്ടിൽ വന്നിട്ട്. അപ്പോഴാണ് 6 മക്കളെങ്ങനെ കൊണ്ടു നടന്ന ഉമ്മാന്റെ കഥകളൊക്കെ നിങ്ങൾ ഓർക്കേണ്ടത്. 6 വർഷക്കാലം തുടർച്ചയായി പ്രസവിച്ച, 9 വർഷക്കാലം തുടർച്ചയായി 9 എണ്ണം പ്രസവിച്ച ആ ഉമ്മയുടെ ജീവിതം. അന്ന് കിണറിൽ സ്വിച്ചിട്ടാൽ വെള്ളം വരൂല, കിണറിൽ പോയി വെള്ളം കോരണം ഈ ഉമ്മ തന്നെ. അന്നത്തെ ഭർത്താക്കന്മാർക്ക് കുറച്ച് ധിക്കാരം കുറച്ച് കൂടുതലായിരുന്നു. ഇന്നത്തെ ഭർത്താക്കന്മാരെ പോലെയല്ല. നിങ്ങളൊക്കെ തന്നെ
ഇന്നത്തെ പുതിയാപ്പിളമാർ കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ടാണ് ഭാര്യമാരോട് പെരുമാറുന്നത്. അന്നത്തെ ഒരു ചിന്താഗതി ഭാര്യമാരൊക്കെ അടിമകളാണ് എന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു. പണിയൊക്കെ പെണ്ണുങ്ങൾ എടുക്കണം, ആണുങ്ങൾക്കൊരു പണിയെടുക്കില്ല. വെള്ളം കോരേണ്ടത് പെണ്ണ്, അടിച്ചു വാരേണ്ടത് പെണ്ണ്, ഫുഡ് ഉണ്ടാക്കേണ്ടത് പെണ്ണ്, പാത്രം കഴുകേണ്ടത് പെണ്ണ്, വീട് തുടക്കേണ്ടത് പെണ്ണ്, എല്ലാം പെണ്ണുങ്ങളാണ് വീട്ടുപണി മുഴുവൻ എടുക്കേണ്ടത്. അവരൊരു അടിമകളെ പോലെയാണ് കുറച്ച് കാലം മുമ്പൊക്കെ ഭാര്യമാരെ ഭർത്താക്കന്മാർ കണ്ടിരുന്നത്. ആ സമയത്ത് സ്വിച്ചിട്ടാൽ തിരിയുന്ന ഗ്രൈൻഡർ ഉണ്ടായിട്ടില്ല, കൈകൊണ്ട് അരക്കണം. സ്വിച്ചിട്ടാൽ വാഷ് ചെയ്ത് ഉണക്കി തരുന്ന വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടില്ല. അലക്കുന്ന കല്ലിൽ കൊണ്ടുപോയി അലക്കി തിരുമ്പി ഉണക്കാനിട്ടിട്ട് വേണം. വെള്ളം ചൂടാക്കണമെങ്കിൽ അരമണിക്കൂറും 1 മണിക്കൂറും അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കണം. ആ വെള്ളം തിളപ്പിച്ച് ആർക്ക് കൊടുക്കണം? ഭർത്താവിന് കൊണ്ടുപോയി കൊടുക്കണം. അല്ലേ? ഇതൊക്കെ പഴയകാല ഉമ്മമാർക്ക് ഈ കഥകളൊക്കെ പറയാനുണ്ടാകും. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഈ കഥകളൊന്നും പറയാനില്ല. വെള്ളം കോരി, എവിടുന്ന്? കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം ഒരു ബക്കറ്റിൽ കൂട്ടി ബാത്റൂമിൽ കുളിക്കുന്ന ഭർത്താവിന് കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഇന്നത്തെ ഭർത്താവിനോട് ഇതൊക്കെ പറഞ്ഞാലേ, ഇന്നത്തെ പെണ്ണുങ്ങളോട് ഇതൊക്കെ പറഞ്ഞാലേ പണി നോക്കുമെന്ന് പറയും, നിങ്ങൾ വേറാളെ നോക്കിക്കൊള്ളി എന്ന് പറയും. ഇങ്ങനൊരു കാലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ഈ മക്കളെയൊക്കെ പോറ്റി വളർത്തുന്നതിന്റെ പേരിൽ അള്ളാഹു മാതാവിന് സ്വർഗം തരും. പക്ഷേ ഒരു ഡിമാൻഡ് അള്ളാഹു അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമയുള്ളവരാവണം. മക്കളെ പ്രസവിക്കുന്ന എല്ലാ മാതാവിനും അള്ളാഹു സ്വർഗം തരും. 1 or 2 കുട്ടികൾ ഉണ്ടായാൽ തന്നെ അള്ളാഹു സ്വർഗം തരും. അള്ളാഹു തആല സഹോദരിമാരോട് പറഞ്ഞത്, കുറെ ഇബാദത്തൊന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞത്. പെണ്ണുങ്ങളോട് കുറെ ഇബാദത്ത് ചെയ്യാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങൾ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇദാ സ്വല്ലത്ത് ഖംസഹാ, 5 നേരം നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. 5 നേരം നിസ്കരിക്കുക. നിസ്കാരത്തിൽ എക്സ്ക്യൂസ് ഇല്ല. നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഫർള് നിസ്കാരത്തിൽ എക്സ്ക്യൂസ് ഇല്ല. അത് സമയത്ത് തന്നെ നിസ്കരിക്കണം. പരിശുദ്ധമായ റമളാനിലെ നോമ്പിലും എക്സ്ക്യൂസ് ഇല്ല, സമയത്ത് തന്നെ നോമ്പെടുക്കണം. പിന്നെ പറഞ്ഞു ഭർത്താവിനെ അനുസരിക്കണം. പിന്നെ പറഞ്ഞു ഔറത്ത് മറക്കണം. ഈ 4 കാര്യം ചെയ്യണം. ഈ 4 കാര്യം ചെയ്താൽ അല്ലാഹു തആല മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന പ്രത്യേകതയാണ് ഈ നാട്ടിലുള്ള ഓരോ ഉമ്മമാർക്കും നൽകുന്നത്. എത്ര ഈസിയാ! 5 നേരം നിസ്കരിക്കാൻ പറ്റൂലേ നോമ്പ് കൊടുക്കുമ്പോ? റമളാനിൽ നോമ്പെടുത്തൂടെ? മൂന്നാമത്തേത് ഭർത്താവിനനുസരിക്കണം. 4-മതായി പറഞ്ഞത് ഔറത്ത് മറച്ച് നടക്കണം. ഔറത്ത് മറക്കണം, സച്ചരിതയായി ജീവിക്കണം. ഈ 4 കാര്യം ചെയ്താൽ അല്ലാഹു തആല മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന പ്രത്യേകതയാണ് നമ്മുടെ സഹോദരിമാർക്ക് നൽകാൻ പോകുന്നത്. സ്വർഗത്തിൽ 8 കവാടമുണ്ട്. 8 കവാടത്തിലൂടെയും ആർക്കെങ്കിലും പ്രവേശിക്കാൻ പറ്റും. ആർക്ക്? ഈ 4 കാര്യം ചെയ്ത പെണ്ണുങ്ങൾക്ക് 8 കവാടത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാനാ. എന്താ ചെയ്യേണ്ടത്? 5 നേരം നിസ്കരിക്കണം. തഹജ്ജുദ് പോലെ ഇവിടെ പറയുന്നില്ല, സുന്നത്ത് നോമ്പ് പറയുന്നില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ പറയുന്നില്ല, ഹജ്ജ് പറയുന്നില്ല. ഇദാ സ്വല്ലത്ത് ഖംസഹാ, 5 നേരത്തെ നിസ്കാരം സമയത്ത് നിർവഹിക്കണം. വസ്വാമത്ത് ഷഹ്റഹാ, പരിശുദ്ധമായ റമളാനായാൽ നോമ്പെടുക്കണം. ഭർത്താവിനെ അനുസരിക്കണം. ഔറത്ത് മറച്ചു നടക്കണം. സച്ചരിതയായി ഔറത്ത് മറച്ചു നടക്കണം. ഈ 4 കാര്യം ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ബാക്കിയുള്ള സമയം എന്തിനു ചെലവഴിക്കണം? മക്കളെ നന്നാക്കാൻ. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാലും പിന്നെ വേറെ പണിയൊന്നുമില്ല ഒരു ദിവസം. ആ സമയം മുഴുവനും മക്കൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ജസാഅൻ ബിമാ സ്വബറു. അങ്ങനെ കൂടുതൽ സമയം മക്കളുടെ കൂടെ ചെലവഴിക്കണമെങ്കിൽ ക്ഷമയുണ്ടാവണം. ക്ഷമയില്ലാത്തവരാണ് പെട്ടെന്ന് ടപേ എന്ന് കൊടുത്തിട്ട് വേഗം അടിച്ചിട്ട് പോകും. എന്താ പഠിക്കാത്തത്? എന്താ ഹോംവർക്ക് ചെയ്യാത്തത്? മണ്ടക്കൊന്ന് മേടും, എന്നിട്ട് കിച്ചണിൽ പോകും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നോക്കൂ, ചെയ്തില്ല, വീണ്ടും മണ്ടക്ക് മേടും, വീണ്ടും പോകും. ഇത് ക്ഷമയില്ലാത്തവരുടെ പരിപാടിയാണ്. ക്ഷമയുള്ളവർ അങ്ങനെയല്ല. ഒരു നിലക്കും മക്കളെ അടിക്കുകയേ ഇല്ല. അടിക്കാതെ എങ്ങനെ മക്കളെ വളർത്താമെന്നാണ് ക്ഷമയുള്ള ആളുകൾ ചിന്തിക്കുക.
വടി ഉപയോഗിക്കാതെ എങ്ങനെ മക്കളെ നന്നാക്കാൻ കഴിയുമെന്നാണ് ക്ഷമയുള്ള ഉമ്മമാർ ചിന്തിക്കുക. ചീത്ത പറയാതെ, ശകാരിക്കാതെ, തെറി പറയാതെ, അടിക്കാതെ, വേദനിപ്പിക്കാതെ എങ്ങനെ മക്കളെ വളർത്താൻ പറ്റുമെന്നാണ് നല്ല ക്ഷമയുള്ള ഉമ്മമാർ ചിന്തിക്കുക. ക്ഷമിച്ചത് കാരണത്താലാണ് അല്ലാഹു തആല മാതാവിന് സ്വർഗം നൽകുന്നത്. ക്ഷമിച്ചത് കാരണത്താലാണ്. പഠിക്കുന്ന ഉമ്മമാര് എപ്പോഴാണ് ഒരാള് അടിക്കുന്നത്? ഒരു അധ്യാപകനായാലും ഒരു മാതാവായാലും എപ്പോഴാണ് അടിക്കുക? എപ്പോഴടിക്കുക? രണ്ടുപേരെ അടിപിടി കൂടുന്നു, വാക്ക് തർക്കമുണ്ടാകുന്നു, എപ്പോഴാണ് അടിക്കുക? ഒരാളുടെ ക്ഷമ നഷ്ടപ്പെടുമ്പോഴാണ് അടിക്കുക. അപ്പൊ അടിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇയാൾക്ക് ക്ഷമയില്ല എന്നാണ് അർത്ഥം, അല്ലെ? അല്ലെ? അപ്പൊ അടിക്കുന്ന മാതാവ്, അടിക്കുന്ന പിതാവിന് ക്ഷമയില്ല എന്നാണ് അർത്ഥം. ക്ഷമയില്ല എന്നാണ് അർത്ഥം. അപ്പൊ മാതാവ് അടിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയ്ക്ക് ക്ഷമയില്ല. ഖുർആൻ പറയുന്നത് ക്ഷമയുള്ളവർക്കാണ് അള്ളാഹു സ്വർഗം തരുന്നത്, ക്ഷമയില്ലാത്തവർക്ക് സ്വർഗമില്ല. അപ്പൊ ക്ഷമ നിർബന്ധമാണ്. സ്വർഗം വേണോ? ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ കൂടെ വളരെ ഭംഗിയായി പഠിപ്പിക്കാനും അവരെ വളർത്താനും നമ്മൾക്ക് കഴിയുള്ളൂ. അലാനൽ കലാമ, സൗമ്യതയോടെയാണ് നമ്മുടെ മക്കളോട് പെരുമാറേണ്ടത്. ശകാരിച്ചുകൊണ്ടല്ല, പേടിപ്പിച്ചുകൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല, വളരെ സ്നേഹത്തോടെ വളർത്തിയാലേ നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉമ്മമാരോട് പറയാണ്, ഇതുപോലെയുള്ള ദീനീയായ സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വിഷയം സെലക്ട് ചെയ്തത്. ഇൽമു സമൂഹത്തിന് നിർബന്ധമായ ഘടകമാണ്. പെണ്ണും പഠിക്കണം, ആണും പഠിക്കണം. നിങ്ങൾക്ക് ചൈനയിൽ പോവേണ്ടി വന്നാലും അവിടേക്കും നിങ്ങളുടെ പെൺമക്കളെ പറഞ്ഞേക്കാൻ തയ്യാറാവണം. എങ്ങനെയാ പെണ്ണിനെ ചൈനയിലേക്ക് പറഞ്ഞേക്കുക? അത് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാട് ദീനിയായ ചുറ്റുപാടാണെങ്കിൽ അവൾ അവിടെ പോയാലും നല്ല ദീനിയായി ജീവിക്കും. നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാട് മോശമാണെങ്കിൽ ചൈനയിലേക്ക് പോകണമെന്നില്ല. നിങ്ങളുടെ വീടിന്റെ മുറിക്കുള്ളിൽ വെച്ച് തന്നെ തോന്നിവാസം ചെയ്യാൻ നിങ്ങളുടെ പെണ്ണിന് കഴിയും. മനസ്സിലായോ? നമ്മുടെ വീട് മോശമാണെങ്കിൽ ചൈനയിലേക്ക് പോവേണ്ട, എറണാകുളത്തേക്ക് പോവേണ്ട ആവശ്യമില്ല, ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ചെന്നൈയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്വന്തം വീടിന്റെ മുറിക്കുള്ളിൽ വെച്ച് വരെ ഏത് തോന്നിവാസം ചെയ്യാനും ഒരു പെണ്ണിന് സാധിക്കും. അങ്ങനെ ഒരു ദീനിയായ ബാക്ക്ഗ്രൗണ്ട് വീട്ടിലില്ല എങ്കിൽ, ദീനിയായ ബാക്ക്ഗ്രൗണ്ട് വീട്ടിലുണ്ടായാൽ ഏത് രാജ്യങ്ങൾ കടന്ന് ഡൽഹിയിൽ പോയാലും, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയാലും, UK പോയാലും, ചൈനയിൽ പോയാലും, അമേരിക്കയിൽ പോയാലും, കാനഡയിൽ പോയാലും, പ്രിയപ്പെട്ടവരെ ഏത് രാജ്യങ്ങളിൽ പോയാലും അള്ളാഹുവിനെ പേടിക്കുന്നവരായിട്ട് അവർ ജീവിക്കും. എന്തുണ്ടാവണം? വീട്ടിലൊരു ദീനിയായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ കണ്ട് വളരണം. ഖുർആൻ ഓതുന്ന ഉമ്മമാരെ കണ്ട് മക്കൾ വളരണം. അതല്ലാതെ നിരന്തരമായി ചാനൽ ചർച്ചയും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം നോക്കി നടക്കുന്ന ഒരു ഉമ്മയാണ്. യൂട്യൂബിലെ വ്ളോഗർമാർ എവിടെ പോയി, എവിടെ വന്നു, എന്ത് വണ്ടി വാങ്ങിച്ചു, അവരുടെ വീട്ടിലുള്ള സെലിബ്രേഷൻ എന്താണ്, ഇങ്ങനെ നോക്കി നടക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഇതന്നെ പണി. യൂട്യൂബ് എടുത്തിട്ട് ഓരോ വ്ളോഗർമാരെ ഫോളോ ചെയ്യാം. അവരെന്ത് ചെയ്യുന്നു? അവരെവിടേക്ക് പോകുന്നു? അവരെ കല്യാണം കഴിച്ചോ, കഴിച്ചില്ലേ, കുട്ടിയുണ്ടോ ഇല്ലേ, ഗർഭിണിയായോ ഇല്ലേ, പ്രസവിച്ചോ ഇല്ലേ, ഇനി പ്രസവിച്ച എന്താ പേരിട്ട്, ഇതൊക്കെയാണ് ഇവരുടെ ടെൻഷൻ. അവരേത് ഹോട്ടലിലാ പോകുന്നത്, അവരേത് വണ്ടിയാ വാങ്ങിച്ചത്, ഇതിങ്ങനെ ആലോചിച്ച് ഇതിന്റെ പിന്നാലെ സമയം കളയുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അതാണെങ്കിൽ അവർക്കോ സമൂഹത്തിനോ ഒരു ഉപകാരവും ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ 5 ആയത്തേതാണ്? പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ 5 ആയത്തേതാണ്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അല്ലാഹു തആല ആദ്യമായി ഭൂമിയിലേക്ക് ഇറക്കുന്ന 5 ആയത്തുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഖുർആനിന്റെ ആയത്ത് നീ വായിക്കുക എന്നർത്ഥമാണ്. നീ വായിക്കുക. ആരോടാണിത് പറയുന്നത്? ആടിനെ മേച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളോട്. ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു വിഭാഗം ആളുകളോട്.
وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم. പെൺകുഞ്ഞ് ജനിച്ചാൽ നാണം കൊണ്ട് അതൊരു ഭാരമാണെന്ന് മനസ്സിലാക്കി സമൂഹത്തിൽ നിന്ന് ഒളിച്ചു നടന്നിരുന്ന ഒരു വിഭാഗം ഇവളെ കുഴിച്ചു മൂടണോ, അല്ല പാപഭാരം അപമാനഭാരം ചുമന്ന് ഞാൻ ഇവളെ വളർത്തണോ എന്ന് ചിന്തിച്ച് സമൂഹത്തിൽ നിന്ന് മാറി നിന്നിരുന്നൊരു സമൂഹത്തോട് ഖുർആൻ ആദ്യമായി പറയുന്നത് വായിക്കണമെന്നാണ്. വായിച്ചാൽ നിന്റെ ഈ സംശയം മാറും. ഇത് അപമാനമല്ല, ഇത് അഭിമാനമാണ് എന്ന് തോന്നും. പെൺകുട്ടികളെ വളർത്തുന്നത് പാപമല്ല, അപമാനമല്ല, അതൊരു ഭാരമല്ല, അതൊരു അഭിമാനമാണ് എന്ന് തോന്നും. അതുകൊണ്ട് നീ വായിക്കണം. ആടിനെ മേച്ച് നടന്നിരുന്നൊരു വിഭാഗം ആളുകളോട് ഖുർആൻ പറയാണ് ഇത്ര വായിക്കണം. യുദ്ധം ചെയ്തിരുന്നൊരു വിഭാഗം വഅഹ്യാനൻ നജൂറു അഖാന ഇദാ ലം നജിദ് ഇല്ലാ അഖാന. യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരനോട് പോയി യുദ്ധം ചെയ്ത് യുദ്ധക്കൊലി തീർത്തിരുന്ന ഒരു സമൂഹം. വെള്ളവാളുമായി രണാങ്കണത്തിലേക്ക് ചെന്ന് ചുവന്ന വാളുമായി തിരിച്ചു വരുന്നവരാണ് നമ്മളെന്ന് അഭിമാനത്തോടെ പാട്ടുപാടിയിരുന്ന സമൂഹത്തോട് ഖുർആൻ ആദ്യമായി പറഞ്ഞത് ഇഖ്റ, നീ വായിക്ക്. വായിച്ചാൽ നിന്റെ യുദ്ധക്കൊതി തീരും. വായിക്കണം, യുദ്ധക്കൊതി തീരും. പെണ്ണ് പിടിച്ചിരുന്നൊരു സമൂഹം, ഉമ്മ വ്യത്യാസമില്ലാതെ പെങ്ങള് വ്യത്യാസമില്ലാതെ പെണ്ണിന് വേണ്ടി ജീവിച്ചിരുന്നൊരു സമൂഹം. പെണ്ണിനെ വർണ്ണിക്കാനാണ് അവരുടെ കവിതകൾ ഉപയോഗിച്ചിരുന്നത്. പെണ്ണിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാനാണ് അവരുടെ സാഹിത്യം ഉപയോഗിച്ചിരുന്നത്. മൃഗങ്ങളെ കാണുമ്പോ പറയും, ഒന്ന് നിൽക്കോ, ഒന്ന് നിൽക്കോ. ഇവിടെ നിൽക്കട്ടോ, ഇതെന്റെ കാമുകിയുടെ വീടാണ്. ആരാ പറയുന്നത്? ഇമ്രുൽ ഖൈസ് പറയാണ്, ഇതെന്റെ കാമുകിയുടെ വീടാണ്. ഒട്ടകത്തോട് പറയാണ്, കുറച്ച് കരഞ്ഞിട്ട് പോവാന്ന്. ഇതെന്റെ കാമുകിയുടെ വീടാണ്. കാമുകിയുടെ വീടിന്റെ ചുമര് നോക്കിയിട്ട് കുറച്ച് കരഞ്ഞിട്ട് നമുക്ക് പോവാന്ന്. അസ്റുബൽ ഖതാഹൽ മയ്യുഇറു ജനാഹു ലഅല്ലി മൻ ഖദ് ഹവീതു അതീറു. മാടപ്രാവേ, നിന്റെ ചിറകൊന്നെനിക്ക് പകരം തരുവോ, വായ്പ തരുവോ, കടം തരുവോ? വീട്ടിന്റെ മുറ്റത്തേക്ക് സ്വാഭാവികമായിട്ട് പ്രാവുകൾ വരും, ധാന്യമണികൾ തേടിയിട്ട്. ആ പ്രാവിനെ കാണുമ്പോ ഒരു കവി പാടാണ്, ഓ പ്രാവേ, നിന്റെ ചിറകുകൾ എനിക്കൊന്ന് കടം തന്നാൽ എന്റെ കാമുകിയുടെ അടുത്തേക്ക് ഞാനൊന്ന് പാറിപ്പോകുമായിരുന്നു. കാമുകിയെ കണ്ടൊന്ന് സലാം പറഞ്ഞ് ഒന്ന് ചുംബിച്ച് ഞാൻ തിരിച്ചു വന്നിട്ട് തിരിച്ചു തരാം. ആ മാടപ്രാവേ, നിന്റെ ചിറകുകളൊന്ന് എനിക്ക് തരുവോ? അഥവാ അവരുടെ കവിതകൾ മുഴുവനും പെണ്ണിനെ വർണ്ണിക്കാൻ, കാമുകിയെ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാട്ടാളന്മാർ. അവരോടാണ് പറഞ്ഞത് ഇഖ്റ, വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് പെണ്ണിനോടുള്ള പൂതി നഷ്ടപ്പെടും. വായിക്കണം. എന്ത് വായിക്കണം എന്നുള്ളത് പിന്നെ തീരുമാനിക്കേണ്ടത്. വായിച്ചാൽ നിങ്ങൾക്ക് വ്യഭിചാരത്തോടുള്ള താല്പര്യം നഷ്ടപ്പെടും. വായിക്കണം. പിന്നെ കള്ളായിരുന്നു അടുത്തത്. ഏതെങ്കിലും കള്ളിന്റെ പാത്രത്തിൽ, ചഷകങ്ങളിൽ ഒരു പ്രാണി വീണുപോയാൽ ആ പ്രാണിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, പ്രാണി എന്തൊരു ഭാഗ്യവാൻ. ഒരു ഈച്ച കള്ളിന്റെ പാത്രത്തിൽ വീണാല് ആ ഈച്ചയെ പൊക്കിപ്പിടിച്ചിട്ട് ചുംബിക്കും. എന്നിട്ട് പറയും, നീക്കെന്ത് ഭാഗ്യവാനാണോ, കള്ളില് മുങ്ങി മരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ. ഞങ്ങളൊക്കെ ഈച്ച ചായയിൽ വീണാൽ ചായ കൊണ്ടിട്ട് കളയും. ഇവർ ചായയിൽ കള്ളിൽ ഈച്ചയോ പ്രാണിയോ വീണാൽ അതിനെ പൊക്കിപ്പിടിച്ചിട്ട് നിന്റെയൊക്കെ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പാട്ടുപാടിയിരുന്നവൾ. മരിച്ചാൽ ഏതെങ്കിലും മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ മറമാടണമെന്ന് പാട്ടുപാടിയവർ. എന്തിനാ? മുന്തിരി വള്ളിക്കൊരു വേരുണ്ടാവൂലേ, ആ വേരിൽ കള്ളിന്റെ സത്ത എന്റെ ഞരമ്പിലേക്ക് എത്തിയാല് ഖബറിലും എനിക്കൊരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് പാട്ടുപാടിയവർ. ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമതി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലുകളിലേക്ക് മുന്തിരിവള്ളിയുടെ വേരിലൂടെ കടന്നു വരുന്ന സത്ത എത്തിയാൽ എനിക്ക് എന്റെ പാരത്രിക ലോകത്തൊരു ആവേശം കിട്ടുമല്ലോ, ഒരു കിക്ക് കിട്ടുമല്ലോ. ഇങ്ങനെയുള്ള ആളുകളോടാ പറഞ്ഞത് വായിക്കണം. ഇഖ്റ, വായിച്ചാൽ കള്ളുകുടിയും നിർത്താം.
എന്താ ഉണ്ടായത്? യുദ്ധക്കുതിയന്മാരായ പെണ്ണുപിടിയന്മാരായ, സംസ്കാരം എന്തെന്നറിയാത്ത, ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത, 6-ാം നൂറ്റാണ്ട് വരെ ചരിത്രത്തിൽ ഇടം പിടിച്ചില്ല. വെറും കാട്ടറബികൾ, ആട്ടിടയന്മാർ, അതല്ലാതെ വേറെ ചരിത്രത്തിൽ ഇവരെ കുറിച്ചൊരു രേഖ പോലുമില്ല. പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തിന്റെ ശേഷമാണ് പ്രവാചകന്റെ മുമ്പുള്ള അറബികളെ കുറിച്ചുള്ള പഠനം നടത്താൻ തന്നെ തുടങ്ങിയത്. ചരിത്രത്തിൽ ഇടം പിടിച്ചത് പ്രവാചകൻ കാലുകുത്തിയപ്പോഴാണ്. അവരോട് ഖുർആൻ പറഞ്ഞത് ഇഖ്റഉ, വായിക്കണമെന്നാണ്. ആ വായിക്കണമെന്ന പദത്തിൽ നിന്നാണ് 200 വർഷം കൊണ്ട് വിപ്ലവത്തിന്റെ നായകന്മാരായി മാറിയത്. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു. ഒന്നുമില്ലാത്ത മക്കയിൽ നിന്ന് വീടില്ലാതെ ജീവിതമാസകലം സമ്പാദിച്ച സമ്പാദ്യങ്ങൾ പോലും എടുക്കാൻ സമ്മതിക്കാതെ, കുടുംബമില്ലാതെ, ഭാര്യയില്ലാതെ, മക്കളില്ലാതെ മദീനയിലേക്ക് ആട്ടിയോടിച്ച ഒരു സമൂഹം 200 വർഷമാകുമ്പോൾ അങ്ങ് ആഫ്രിക്ക വരെ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ, തൊട്ടപ്പുറത്ത് സ്പെയിനിലേക്ക് മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഉമവി ഭരണകൂടത്തിലുള്ള ഒരു ഭരണാധികാരിയാണ്. അബ്ബാസികളുടെ കാലത്ത് അവിടെ ഭരണം തുടങ്ങുന്നത്. എന്നാലും താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവാണ് അവിടേക്ക് ആദ്യമായി ഭരണമെത്തിക്കുന്നത്, അധികാരമെത്തിക്കുന്നത്. ഇന്ത്യ വരെ ഒന്നുമില്ലാത്ത ഒരു ആട്ടിടയന്മാരെയാണ് ലോകത്തിന്റെ നായകന്മാരാക്കി മാറ്റിയത്. എന്താണ് ഇങ്ങനെ ഒരു പരിവർത്തനത്തിന്റെ കാരണം? ഇഖ്റ, നീ വായിക്കണം എന്ന പദമാണ്. ഏറ്റവും ഒരു വാക്കാണ്, നിങ്ങൾ വായിക്കണം. അവർ വായിക്കാൻ തുടങ്ങി, അവർ എഴുതാൻ തുടങ്ങി, അവർ പഠിക്കാൻ തുടങ്ങി. സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു. അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്യുമ്പോൾ ഗോളശാസ്ത്രത്തെ കുറിച്ച് അവർ പഠിച്ചു, ആസ്ട്രോണമി പഠിച്ചു. അവർ ആകാശ ശാസ്ത്രങ്ങളെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച് അവർ പഠിച്ചു. ഒന്നുമില്ലാത്തവർ വലിയ ഒപ്തൽമോളജിസ്റ്റായി മാറി, കണ്ണിന്റെ വിദഗ്ധന്മാരായി മാറി, പീഡിയാട്രിക്സ് ആയി മാറി, സൈക്കോളജിസ്റ്റായി മാറി, ഫിലോസഫി അറിയുന്നവരായി മാറി, ആൽക്കമി കൈകാര്യം ചെയ്യുന്നവരായി, അൽജിബ്ര കണ്ടുപിടിച്ചവരായി. ഒന്നും അറിയാത്തവർ യൂണിവേഴ്സിറ്റി തുടങ്ങി. ബഗ്ദാദിൽ വലിയൊരു യൂണിവേഴ്സിറ്റി തുടങ്ങി, ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ. ബൈത്തുൽ ഹിക്മ, ലോകത്തു നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ബഗ്ദാദിലേക്ക് വന്നു പഠിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം കഴിയുന്നത് 632-ലാണ്. ഏകദേശം 830 ആകുമ്പോഴേക്കും, മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലമാകുമ്പോഴേക്കും ലോകം മുഴുവനും ബഗ്ദാദിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി. 630 പ്രവാചകൻ വഫാത്താകുന്നത്. 830 ആകുമ്പോ, 200 വർഷമാകുമ്പോ ലോകം മുഴുവനും ബഗ്ദാദിലേക്ക് എത്തി നോക്കാൻ തുടങ്ങി. എന്താ കാരണം? ഇഖ്റ, നിങ്ങൾ വായിക്കണം. പരിശുദ്ധ ഖുർആൻ വായിക്കാൻ പറഞ്ഞു. സഹോദരിമാരെ, ഒരാഴ്ചയിൽ ഒരു പുസ്തകം നമ്മൾ വായിക്കാറുണ്ടോ? ഒരു മാസത്തിലൊരു പുസ്തകം നമ്മൾ വായിക്കാറുണ്ടോ? ഒരു വർഷത്തിലൊരു പുസ്തകം നമ്മൾ വായിക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല, പരിശുദ്ധമായ ഖുർആനെങ്കിലും ഒന്ന് ആവർത്തിച്ച് നമ്മൾ വായിക്കാറുണ്ടോ? ഖുർആൻ ഓതാനല്ല പറഞ്ഞത്, ഖുർആൻ ചിന്തിക്കാനാ പറഞ്ഞത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഓതി തീർക്കാനല്ല പറയുന്നത്, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണമെന്നാ പറഞ്ഞത്. പണ്ഡിതന്മാർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഭൂമിയിലേക്ക് ഖുർആനിനെ ഇറക്കിയത് ഓതാനല്ല.